ചെറുവണ്ണൂർ കക്രമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രി ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി 7 മാസം ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചെറുവണ്ണൂർ കക്രമുക്ക് പൂവത്തുംചാലിൽ രജിൻലാലിന്റെ ഭാര്യ സോന വെന്തുമരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ആരോപിച്ച് ബന്ധുക്കളിപ്പോൾ രംഗത്തെത്തിയതോടെ കേസ് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ആശുപത്രിയിൽ പോയി മടങ്ങിവരുന്ന വഴിയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദുരന്തം. അപകടം നടന്ന ഉടനെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന രജിൻലാലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞെങ്കിലും പിൻസീറ്റിലായിരുന്ന സോന വാതിൽ ലോക്കായതിനാൽ ഉള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. സാധാരണ നിലയിൽ എഞ്ചിൻ ഭാഗത്തോ AC യൂണിറ്റിലോ ഉണ്ടാകുന്ന തകരാർ മൂലമാണ് കാറുകൾക്ക് തീപിടിക്കാറുള്ളത്. എന്നാൽ സോനയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ അത്തരം ലക്ഷണങ്ങളില്ലെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമാകുന്നത്. കാറിന്റെ മുൻഭാഗമോ ബോണറ്റോ കത്താതെ തീ പടർന്നത് പിൻഭാഗത്തു നിന്നുമാണ് എന്നാണ് ജില്ലാ ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. പെട്രോൾ ടാങ്കിൽ ചോർച്ചയോ എഞ്ചിൻ റേഡിയേറ്ററിലോ AC സിസ്റ്റത്തിലോ യാതൊരുവിധ സാങ്കേതിക തകരാറുകളോ കണ്ടെത്താനായിട്ടില്ല. തീ പടരുന്നതിനിടെ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ വല്ലതും ഉണ്ടായിരുന്നു എന്ന സംശയം ഇതിലൂടെ ബലപ്പെടുന്നു. സോനയുടെ മരണം കേവലം ഒരു അപകടമല്ലെന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കൾ നിരവധി സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. 2 പേർ മാത്രം യാത്ര ചെയ്തിരുന്ന കാറിൽ മുൻവശത്തെ പാസഞ്ചർ സീറ്റ് ഒഴിഞ്ഞുകിടക്കവേ സോന എന്തിനാണ് പുറകിലെ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിച്ച് കിടന്നത് എന്നത് ദുരൂഹമാണ്. ഉഗ്രശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ദേഹത്ത് തീ പടർന്ന് രജിൻലാൽ തോട്ടിലേക്ക് ചാടുന്നതാണ് കണ്ടത്. പിന്നീട് നാട്ടുകാർ ഓടിയെത്തി തീയണച്ച ശേഷമാണ് കാറിനുള്ളിൽ മറ്റൊരാൾ ഉണ്ടെന്ന വിവരം രജിൻലാൽ പറയുന്നത്. ഉഗ്രശബ്ദത്തോടെ തീ പടരുമ്പോഴും കാറിനുള്ളിൽ നിന്നും സോനയുടെ കരച്ചിലോ നിലവിളിയോ കേട്ടിരുന്നില്ല എന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ പറയുന്നു. ബോധരഹിതയാകപ്പെട്ട ശേഷമാണോ തീ പടർന്നത് എന്ന സംശയം ഇതിലൂടെ ഉയരുന്നുണ്ട്. പ്രണയവിവാഹമായിരുന്ന ഇവരുടെ ഇടയിൽ അടുത്ത കാലത്തായി ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും രജിൻലാലിന്റെ വീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സോനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വന്ന സമയം രജിൻലാൽ മദ്യപിച്ചിരുന്നതായി യുവതിയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാറിന്റെ മുകൾ ഭാഗം ഉരുകി സോനയുടെ മുകളിലേക്ക് വീണതിനാൽ ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് ഉള്ളിൽ ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ചില്ല് തകർത്ത് പിൻവാതിൽ ബലം പ്രയോഗിച്ച് തുറന്നാണ് സോനയെ പുറത്തെടുക്കുന്നത്. അപ്പോൾ ജീവനുണ്ടായിരുന്നുവെങ്കിലും ഉടൻ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കാറിനുള്ളിൽ നിന്നും കത്താതെ അവശേഷിച്ച ഫോണ്, ബാഗിന്റെ അവശിഷ്ടങ്ങൾ, തുണികൾ, അവിടെയുണ്ടായിരുന്ന വെള്ളം എന്നിവ പോലീസ് ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ 65% പൊള്ളലേറ്റ രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിച്ചാലേ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു.